I like this one a lot, like a lot. And I have a feeling that it's super good, by the way. If I need to give this a number, 9.5 out of 10, but I love it. 2011 വിഖ്യാത പെർഫ്യൂമർ ഫ്രാങ്കോയ് ഡിമാക്കി ഒരു പെർഫ്യൂം ഡിയോറിന് വേണ്ടി ചെയ്തു. ആ പെർഫ്യൂമാണെന്ന് ലോകം വാഴ്ത്തുന്ന ഡിയോർ ഹോം ഇന്റൻസ്. 2011 മുതൽ 2025 പോകുന്നു ഇപ്പോഴും പല പെർഫ്യൂമറുടെയും പെർഫ്യൂം കളക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരുടെയും വിഷ് ലിസ്റ്റിലുള്ള ഒരു പെർഫ്യൂമാണ് ഡിയോർ ഹോം ഇന്റൻസ്. അതിന്റെ ഫ്ലാങ്കർ പെർഫ്യൂം പലതും ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഡിയോർ ഹോം ഇന്റൻസ് എന്നുള്ളത് പലരുടെയും ഒരു സ്വപ്നമാണ്. പക്ഷെ അടുക്കാൻ പറ്റാത്ത വില കാരണം പലരും അത് വാങ്ങാൻ മടിക്കുന്നവരുമുണ്ട്. എങ്കിലും പൈസ സ്വരുക്കൂട്ടി വാങ്ങാൻ ഒരുങ്ങിയപ്പോൾ ഒരു പണിയും കിട്ടി. എന്താണ്? അത് റീഫോർമുലേറ്റ് ചെയ്തു. റീഫോർമുലേഷൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. മെയിനായിട്ട് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഓമന പേരിലാണ് റീഫോർമുലേഷൻ. പഴയ സാധനം കിട്ടുന്നില്ല, പഴയ നോട്ടുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പണ്ട് ഈസിലി അവൈലബിൾ ആയിട്ടിരുന്ന പല നോട്ടുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് കമ്മ്യൂണിറ്റിയിൽ ചില നോട്ടുകൾ ബാൻ ചെയ്തത് കൊണ്ട് അത്തരം നോട്ടുകൾ ഇപ്പോൾ ലഭ്യമല്ലാത്തത് കൊണ്ടൊക്കെയാണ് റീഫോർമുലേഷൻ ചെയ്യുന്നതാണ് പേര്. പക്ഷെ അതൊന്നും എല്ലാം മെയിനായിട്ടുള്ള കാരണം ചെലവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു ദുരന്തമാണ് ഡിയോർ ഹോം ഇന്റൻസിന് റീഫോർമുലേഷൻ എന്നത്. റീഫോർമുലേഷന് ശേഷം ആ ഡിയോർ ഹോം ഇന്റൻസ് ആക്കിയ ആ ഒരു മാജിക് നഷ്ടപ്പെട്ടു. ഇപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിയോർ ഹോം ഇന്റൻസിന്റെ ഓൾഡ് ബാച്ച് കിട്ടുമെന്ന്. എന്തുകൊണ്ടാണ് ഓൾഡ് ബാച്ച് കിട്ടുമെന്ന് ചോദിക്കാൻ കാരണം, ആ ഓൾഡ് ബാച്ചിലാണ് ഐറിസ് എന്ന നോട്ട് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്ക് ചെയ്തത്. അതിന് ഒരു പെർഫ്യൂമിൽ എങ്ങനെ അത് പ്ലേസ് ചെയ്യാന്നുള്ള ഒരു മാജിക് ആണ് ഫ്രാങ്കോയ് ഡിമാക്കി അതിൽ ചെയ്തു വെച്ചത്. അപ്പൊ ആ ഒരു എഫക്ട്, ആ ഒരു മാജിക്കൽ ഓറ ഇന്ന് ലഭ്യമായിട്ടുള്ള ബാച്ചിലില്ല. അത് സത്യം തന്നെയാണ്. അതിന് തത്തുല്യമായിട്ട് അതിന് എലിക്സിർ ഇറക്കി പെർഫ്യൂം ഇറക്കി കിട്ടും. ഈ പറയുന്ന ഒരു ശൂന്യത, ഒരു അഭാവം അതിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഓൾഡ് ബാച്ച് 2011, 14, 15 ആ കാലഘട്ടത്തെ ബാച്ചിന് ഇന്ന് 20,000, 25,000 മുകളിലാണ് റേറ്റ്. ഒന്ന് ആലോചിക്കണം. അതിന്റെ 100 ml, 150, 150 ml പോലും 10,000, 10, 15, 18 ആ റേഞ്ച് ഉള്ളപ്പോഴാണ് പഴയ ബാച്ചിന് 25,000 മുകളിൽ വില വരുന്നത്. അത് കിട്ടാനും ഇല്ല, ഉള്ളവരാരും കൊടുക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ റൈഹാൻ ഒരു ബുദ്ധി തോന്നി. വളരെ ക്ലവർ ആയിട്ടുള്ള ഒരു ഐഡിയ. എന്തായാലും അവർ റൈഹാൻ ഡിയോർ ഹോം ഇന്റൻസിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ഇത് ഇറക്കും. അവരെന്ത് ചെയ്തു? 2014 ആ ഒരു പർട്ടിക്കുലർ ബാച്ച് എടുത്തിട്ട്, നിങ്ങൾക്കറിയാം പഴയ ഡിയോർ ഹോം ഇന്റൻസിന്റെ ബാച്ചിന്റെ ബോട്ടിൽ ജ്യൂസിന്റെ കളർ കണ്ടാൽ കട്ടൻ കാപ്പിയുടെ കളറാണ്, ബ്രൗൺ കളറിലിരിക്കും, തിക്കായിട്ട് കൊഴുത്തൊരു ജ്യൂസാണ്. ഇന്ന് അത് യൂറിൻ ഇൻഫെക്ഷൻ വന്നവരുടെ പോലെ ഒരു മഞ്ഞ നിറത്തുള്ള കളറായിട്ട് മാറി. ആ ഒരു തിക്നെസ്സും ആ ഒരു ബോൾഡ് ക്യാരക്ടറും അതൊക്കെ പോയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ജ്യൂസാണ് ഇന്നുള്ളത്. അപ്പൊ റേഹാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ 2014 ബാച്ചിലെ ആ ഒരു ബാച്ച് എടുത്തിട്ട് അത് അതേപടി ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഇറക്കിയത്. ആ ഇറക്കിയ സാധനത്തിന്റെ പേരാണ് ഒബ്സിഡിയൻ. അപ്പൊ 2014 ഡിയോർ ഹോം ഇന്റൻസിന്റെ മണം എന്താണെന്ന് അറിയാത്തവർ, അല്ലെങ്കിൽ ലോകം വാഴ്ത്തിയ ഡിയോർ ഹോം ഇന്റൻസിന്റെ മണം എന്താണെന്ന് അറിയാത്തവർക്ക് ഇന്ന് ഒരു സുവർണ അവസരമാണ് റേഹാൻ ഒരുക്കിയിട്ടുള്ളത്. അവരുടെ പുതിയ പെർഫ്യൂം ഒബ്സിഡിയനിൽ ഈ ഒരു നോട്ട് നന്നായിട്ട് ഒരു മേക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് ട്രൈ ചെയ്തു, എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇനി നമുക്ക് പെർഫ്യൂമിലേക്ക് വരാം. ഇപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റോറി. ഇത്രയും പറഞ്ഞാലും നിങ്ങൾക്ക് ഈ പെർഫ്യൂം എന്താണെന്ന് മനസ്സിലാകും. ഓക്കെ, ഇനി നമുക്ക് പെർഫ്യൂമിലേക്ക് വരാം. ഇതാണ് റൈഹാൻ ഒബ്സിഡിയൻ. റൈഹാന്റെ ബോക്സ് പ്രത്യേകിച്ച് അറിയാമല്ലോ, ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. പ്രത്യേകിച്ച് വലിച്ചു നീട്ടാനൊന്നുമില്ല. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും. ബോട്ടില് ഉണ്ടല്ലേ, ഫുൾ ഒരു ഷൈനി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഡിസൈനാണ്. ഒരു പഴയ കാലത്ത് ഒരു ഗ്രില്ലിന്റെ ഒക്കെ ഒരു ഡിസൈനാണ് സ്മരിപ്പിക്കുന്ന തരത്തിന്. കൊള്ളാം, ഒരു വല നെയ്ത പോലെയുള്ള ഒരു ഡിസൈൻ. ഇത് തന്നെയായിരുന്നു എലിക്സറിന് അവർ കൊടുത്തിരുന്നത്. പക്ഷെ അത് ഗോൾഡൻ ഫിനിഷിംഗ് ആയിരുന്നു. താഴെ ബാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ റൈഹാൻ എന്നുള്ള ലോഗോ. ക്യാപ്പ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ട്. ബോട്ടിലിനും ക്വാളിറ്റി ഉണ്ട്. ചീപ്പായിട്ടുള്ള ബോട്ടിലല്ല. ഓട്ടോമൈസർ സ്പ്രെയർ, നല്ല സ്പ്രെയർ ആണ്. നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? പവർഫുൾ ആയിട്ട് ഓട്ടോമൈസർ ആണ്. ഇത് ട്രൈ ചെയ്യാം. യെസ്, ഓപ്പണിംഗിൽ കിട്ടുന്നത് ഞാൻ ഡിയർ ഹോം ഇന്റൻസിന്റെ സ്മെൽ എന്താണോ അത് അതേപടി ചെയ്തു വെച്ചിട്ടുണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള ഒരു നോട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഡിയർ ഹോം ഇന്റൻസ് അടിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് ഇതിലുള്ളത്. സീറോ സിന്തറ്റിക് സ്മെൽ, ചീപ്പായിട്ടുള്ള സ്മെൽ അല്ല. ഓക്കെ, ഓപ്പണിംഗിൽ വരുന്നത് ഒരു സിട്രസിന്റെ സ്മെല്ല്. അത് ഏതാനും സെക്കൻഡ് നേരത്തേക്കാണ്, ഒരു 8 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്. അത് കഴിഞ്ഞാൽ ഐറിസിന്റെ ഒരു നോട്ട് വരും. എന്താണ് ഐറിസ് സ്മെല്ല് ചെയ്തിട്ടില്ലാത്തവർക്ക് ഞാൻ പറയാം എന്താണ് ഐറിസിന്റെ മണം എന്നത്. ശരിക്കും പെർഫ്യൂമിൽ നമുക്കറിയാം ഊതാണ് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്. അല്ല, ഊത് മാത്രമല്ല, പെർഫ്യൂമറിയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചേരുവ കൂടിയാണ് ഐറിസ്. ഐറിസ് ഒരു ഫ്ലവർ ആണ്. അപ്പോൾ അതിന്റെ ഒരു നോട്ട് മേക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യം, വളരെ കോസ്റ്റ്ലി ആണ്. അപ്പൊ ഐറിസിന്റെ സ്മെല്ലാണ് ഇതിൽ വളരെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഐറിസിന്റെ ആ ഒരു അതിപ്രസരമാണ്
2011, 15, 16, 2014 ബാച്ചിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് അപ്രത്യക്ഷമായി. അപ്പൊ ആ ഒരു ഐറിസിനെയാണ് ഇവർ ഇതിനകത്ത് ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഐറിസിന്റെ സ്മെല്ല് ഞാൻ പറയാം. ഐറിസ് ഒരു പൗഡറി സ്മെല്ലാണ്. ഒരു സാധാരണ ടാൽക്കം പൗഡർ അല്ല, ഒരു പൗഡറി എഫക്ട് ഉള്ളത്. അതിന്റെ മണം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഗേൾസിന്റെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മേക്കപ്പ് ആ കിറ്റ് ഒന്ന് തുറക്കുമ്പോൾ ഒരു മണം വരില്ലേ, ഒരു മെഴുകിന്റെ ഒക്കെ ഒരു സ്മെല്ല്, ഒരു വാക്സി പൗഡറി സ്മെല്ല്. അത് തന്നെ ലിപ്സ്റ്റിക് അടങ്ങിയ ഒരു ബാഗ്, ഒരു 10-15 ലിപ്സ്റ്റിക് അതിന്റെ ക്യാപ്പ് ഒക്കെ തുറന്ന് ഒരു ബാഗ് ഇട്ടിരിക്കുന്ന കുട്ടിക്കും ആ ബാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മണം വരും. അതിനൊരു മെഴുകിന്റെ സ്വഭാവം കാണും, ഒരു പൗഡറിനെസ് ഉണ്ടാവും, ഒരു റിച്ച് സ്മെല്ലും ഉണ്ടാവും, ഒരു തിക്കായിട്ടുള്ളത്, ഒരു കൊഴുത്തൊരു ഒരു മണം. അതോടൊപ്പം തന്നെ ആ ഒരു മെഴുകിന്റെ ഒരു ക്വാളിറ്റിയും പിന്നെ ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്മെല്ലും ഉണ്ടാവും, ഒരു നിഗൂഢത നിറഞ്ഞൊരു മണം. ഇതെല്ലാം ഈ എല്ലാവിധ ലിപ്സ്റ്റിക്കും മേക്കപ്പ് കിറ്റും തുറന്നു വെച്ചിട്ട് അതൊന്ന് സ്നിഫ് ചെയ്യുമ്പോൾ ഒരു മണം വരില്ല. അതാണ് ശരിക്കും പറഞ്ഞ ഡിയർ ഹോം ഇന്റൻസിന്റെ സ്മെല്ല്. ഭയങ്കര സെക്സി ആയിട്ടുള്ള സ്മെല്ലാണത്. നിങ്ങൾ അതിന്റെ ഏറ്റവും നല്ല ഒരു വേർഷൻ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും. ഈ ലിപ്സ്റ്റിക്കിന്റെയും ഈ മേക്കപ്പ് കിറ്റിന്റെ ഒക്കെ ഏറ്റവും നല്ലൊരു വേർഷൻ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും. അതൊന്ന് സ്നിഫ് ചെയ്യുമ്പോൾ എന്ത് മണം വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ ഐറിസിന്റെ സ്മെല്ല്. ഈ ഐറിസിനെ ഒന്നും കൂടി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, അടുത്തൊരു പടിയായിട്ട് ലാവണ്ടറിന്റെ ഒരു നോട്ട് കൂടി ചേർത്ത്. അപ്പൊ ഒരു ക്വാളിറ്റി വന്നു, ഒരു ക്യാരക്ടറായി. ഐറിസ് മാത്രമല്ല, ഇപ്പൊ ലാവണ്ടർ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ക്വാളിറ്റി ആയിട്ടുണ്ട്. ലാവണ്ടറിന്റെ ഇടയിൽ കൂടി ഒരു ആംബർ നോട്ടും കൂടി വെച്ചപ്പോ ഇത് ഭയങ്കര എലഗന്റ് ആയിട്ട് മാറി. ഇതാണ് ശരിക്കും പറഞ്ഞ ഡിയർ ഹോം ഇന്റൻസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ 3-4 നോട്ടുകളൊക്കെ ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന മണം, പുറത്തേക്ക് വരുന്ന മണം ഒരു ഹെവൻലി സ്മെല്ല. ഞാനൊരു റിവ്യൂവിൽ പറഞ്ഞിരുന്നു, പണക്കാരുടെ മണം എന്ന് ഞാൻ പറഞ്ഞു. പണക്കാരുടെ മണം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഒബ്സിഡിയൻ ട്രൈ ചെയ്യണം. കാരണം നമുക്ക് ഡിയർ ഹോം ഇന്റൻസ് 2014 ബാച്ച് ട്രൈ ചെയ്യാൻ നിർവാഹമില്ല, ആരും ട്രൈ ചെയ്യാനുള്ള അവസരവും ഇല്ല, കൊടുക്കത്തുമില്ല. ഇപ്പൊ സെയിലിൽ വെച്ചാൽ പോലും 10-20,000 മോളാണ് റേറ്റ് വരുന്നത് ആ ഒരു പർട്ടിക്കുലർ ബാച്ചിന്. അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 3000-3500 നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് വർത്താണ്. ഓക്കെ, അപ്പൊ ഈ പെർഫ്യൂം എപ്പോൾ യൂസ് ചെയ്യണം? എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഓഫീസിൽ യൂസ് ചെയ്യാം, പക്ഷെ ഓഫീസ് AC ആയിരിക്കണം. AC ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എത്ര സ്പ്രേ? എന്റെ അഭിപ്രായത്തിൽ 8 സ്പ്രേ ഓഫീസിൽ. ഇനി ഇവന്റെ ക്വാളിറ്റി എന്താണ്, ഇവന്റെ മണം എന്താണ്, ഇവന്റെ തനി സ്വഭാവം അറിയണമെന്ന് രാത്രി അടിക്കുക, ബാക്കി പെർഫ്യൂം പറയും. രാത്രി ആണ് ഇത് യൂസ് ചെയ്യേണ്ടത് മെയിനായിട്ട്. ഓഫീസിൽ ഞാൻ പറഞ്ഞാൽ AC ആണെങ്കിൽ യൂസ് ചെയ്യുക. പുറത്ത് വെയിലത്തടിച്ച് നടക്കാൻ പറ്റുന്ന ഒരു DNA അല്ല, ഇത് വിന്റർ പെർഫ്യൂം ആണ്. അത് മനസ്സിലിരിക്കട്ടെ. തണുപ്പ് കാലത്ത് മാത്രമേ ഇതിലെ ചില നോട്ടുകൾ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ അടച്ചു പൂട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ രാത്രി യൂസ് ചെയ്യുക. പിന്നെ മഴയുള്ള സമയത്ത് യൂസ് ചെയ്യാം. അത് രാവിലെ നല്ല തണുത്ത അന്തരീക്ഷമാണെങ്കിൽ യൂസ് ചെയ്യാം. ഉച്ചയ്ക്ക് വെയിലാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കാം. രാത്രിയിൽ പാർട്ടി, പിറന്നാള് അതുപോലുള്ള സാഹചര്യങ്ങൾ, പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസോ അങ്ങനെ എന്തെങ്കിലും പരിപാടി കൊണ്ടെങ്കിൽ രാത്രി യൂസ് ചെയ്യുക. പിന്നെ വല്ലപ്പോഴൊക്കെ നമുക്ക് കല്യാണത്തിനൊക്കെ എല്ലാ ദിവസവും പോകുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ നമുക്ക് കാറിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് അടിച്ച് ഒരു 8-10 സ്പ്രേ അടിച്ചിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇനി ഇതിന്റെ പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ആ ഒരു പൗഡറി ഐറിസിന്റെ സ്മെല്ല് നിങ്ങൾ പോകുന്നിടത്തൊക്കെ തളം കിട്ടും, മണം ഉണ്ടാവും. നിങ്ങൾ പോകുമ്പോൾ ഈ മണം വരും. അപ്പോൾ പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്. ലോങ്ജിവിറ്റി എത്ര നേരം ലാസ്റ്റ് ചെയ്യും? ഏകദേശം 7-8 മണിക്കൂറാണ് ഇതിന്റെ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്. അത് രാത്രി, ഓഫീസിലാണെങ്കിൽ 6 മണിക്കൂറായിട്ട് ചുരുങ്ങും. അപ്പൊ രാത്രി വൈകുന്നേരം യൂസ് കഴിഞ്ഞാൽ 7-8 മണിക്കൂർ കിട്ടും. രാത്രി യൂസ് ചെയ്യുമ്പോൾ ഇത് 8 സ്പ്രേ തന്നെ അടിക്കും നിങ്ങൾ. ഓഫീസിലാണെങ്കിൽ 8 സ്പ്രേ, രാത്രിയാണെങ്കിൽ 8 സ്പ്രേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. വൈകുന്നേരം അതേ സ്പ്രേ തന്നെ, അത്രയും തവണ അടിക്കുക. ഇത് 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം, ഗേൾസിനും ബോയ്സിനും യൂസ് ചെയ്യാം. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിസ്മസ് വരുന്നു, പാതിരാ കുർബാനയ്ക്ക് ഒരു പെർഫ്യൂം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്നെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ക്രിസ്മസ് എന്തെങ്കിലും പ്ലാൻസ്, എന്തെങ്കിലും ഔട്ടിങ്ങോ ടൂറോ ഒക്കെ നിങ്ങൾ ക്യാമ്പ് ഫെയർ ഒക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, പള്ളി വക ഇടവക വകയായിട്ട് എന്തെങ്കിലും യാത്രയോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് റൈഹാൻ എലിക്സർ കൊണ്ടുപോകാം, റൈഹാൻ ഒബ്സിഡിയൻ. ഇനി അതിന് മുകളിൽ നിങ്ങൾക്ക് ഒരു പെർഫ്യൂം വേണം, ടോപ്പ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് വിത്ത് ഇന്റൻസിറ്റി. ഇതിന് വട്ടം വയ്ക്കാൻ, രാത്രി യൂസ് ചെയ്യാനും വൈകുന്നേരം യൂസ് ചെയ്യാനും കോംപ്ലിമെന്റ് കിട്ടാനും സ്ട്രോങ് വിത്ത് ഇന്റൻസിലേക്ക് വട്ടം വയ്ക്കാൻ ഇനി അർമാനി തന്നെ പുതിയ ഇറക്കേണ്ടിയിരിക്കുന്നു. അർമാനി ലൈനപ്പില്, ആ സ്ട്രോങ് വിത്ത് ലൈനപ്പില് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതാണ് ഇന്റൻസിലിയും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിങ്ങൾ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ്ലി കോംബോ ആയിരിക്കും. രാത്രി നില പകലും നിലത്ത് അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ചു നിർത്തി ചോദിക്കുക ഏതാ അടിച്ചിരിക്കും. ഇത് രണ്ടും മിക്സ് ചെയ്തിരിക്കും. ഇത് 4 സ്പ്രേ അടിക്കുക, ഇതൊരു 8 സ്പ്രേ അടിക്കുക, ഇതൊരു 8 സ്പ്രേ അടിക്കുക, അടിച്ചിട്ട് പുറത്തിറങ്ങുക. ആൾക്കാർ പിടിച്ചു നിർത്തി ചോദിക്കുക. നിങ്ങൾ പോകുന്നത് ആ പഞ്ചായത്ത് മുഴുവൻ മണമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അപാരമാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒറിജിനൽ ഡിയർ ഹോം ഇന്റൻസും സ്ട്രോങ് വിത്ത് ഇന്റൻസിനെയും തമ്മിൽ ചെയ്തിട്ട് എനിക്ക് ഒരു ദിവസം 5 കോംപ്ലിമെന്റ് കിട്ടി. ഇത് അടിച്ച അന്ന് തന്നെ രണ്ടും മിക്സ് ചെയ്ത ഒരു ദിവസം 5 കോംപ്ലിമെന്റ് കിട്ടിയ സാധനമാണ് ഈ രണ്ടും കൂടെ ലെയർ ചെയ്തപ്പോൾ. അപ്പൊ ലെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ 2 പെർഫ്യൂം. അത് മാത്രമല്ല, വിന്റർ സീസണിൽ ഒരു പെർഫ്യൂം
എല്ലാത്തിനും ചേർത്ത് ഒരൊറ്റ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞ ഇന്റൻസിലി. നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂമാണ് അർമാനി സ്ട്രോങ് വിത്ത് യു ഇന്റൻസിലി. അപ്പൊ ഇതിന്റെ ഡീക്കൻറ്റും ഞാൻ കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കമന്റിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. വാങ്ങി ട്രൈ ചെയ്തിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണമെന്ന് തീരുമാനിക്കും. എനിക്ക് ഉറപ്പാണ് ഇത് ട്രൈ ചെയ്യുന്നവരെല്ലാവരും ഫുൾ ബോട്ടിൽ വാങ്ങും. ഇതാണ് ഇതിന്റെ 10 ml ഡീക്കൻറ്റ്. ഈ ഡീക്കൻറ്റ് ആക്കിയപ്പോൾ ഞാൻ സ്പ്രേ ചെയ്ത് ഈ ഏരിയയിൽ മുഴുവൻ കിട്ടുന്ന മണം എന്ന് പറയുന്നത് നല്ല ലാവൻഡറിന്റെയും ഈ ഐറിസിന്റെയും ലൈറ്റ് ആയിട്ട് ഒരു മിന്റിന്റെ ഒക്കെ സ്മെല്ല് ചേർന്നിട്ട് ഹെവൻലി സ്മെല്ലാട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. 10 ml 5 ml ഡീക്കൻറ്റ് ഉണ്ട്. നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് വാങ്ങുക.